അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വഅജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ ലോകം തന്നെ പടക്കാൻ കാരണമായ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നാം ഒരുമിച്ച് കൂടിയത്. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മദ്ഹ് പാഠം. നാം മുത്തുനബിയുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അത് 10 നമുക്ക് വേണ്ടി ചൊല്ലും. മുത്തുനബിയെ നാം അളവേറ്റ സ്നേഹിക്കണം. മുത്തുനബിക്ക് ഉമ്മത്തി എന്ന് വെച്ചാൽ മുത്തുനബിയെ നാം അളവേറ്റ സ്നേഹിക്കണം. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാൾ പൂർണ്ണ മുഅ്മിനാവുകയില്ല. മുത്തുനബിക്ക് ഉമ്മത്തി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അപ്പൊ അതിന്റെ നേരത്ത് പോലും എന്റെ ഉമ്മത്തി എന്ന് വിളിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്. മഹ്ശറിൽ വെച്ച് ഓരോ നബിമാരും അവരവരുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടിയാണ് നിലകൊള്ളുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദിബു ഔലാദക്കും അലാ സലാസിൻ ഫിസോലിൻ ഹുബ്ബിൻ നബിയ്യിക്കും വഖിറാഅത്തിൽ ഖുർആന ഫഅമലത്തിൽ ഖുർആന ഫീ ദില്ലാഹു യൗമ ലാ ഇല്ലാഹ ഇല്ലാഹു മാ അസ്ഫിയാ മാ അംബിയാ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 3 കാര്യങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും. തീർച്ചയായും ഖുർആൻ മനപ്പാടമാക്കിയവന് അള്ളാഹുവിന്റെ തണലാണ്. ഒരു തണലും ഇല്ലാത്ത ദിവസത്തിൽ അള്ളാഹു പ്രത്യേകം ഒരുക്കി വെച്ച തണലാണവർ. അമ്പിയാക്കളുടെയും അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരുടെയും കൂടെയും അവർ വസിക്കും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മുറുകെ പിടിച്ച് സന്മാർഗത്തിലായി മുന്നേറാം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരം കൊണ്ട് കൗസർ വാങ്ങിക്കുടിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ നാഥൻ ഭാഗ്യം നൽകട്ടെ. വഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.